തീവ്രവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ നയം വ്യക്തമാക്കുന്നതിനായി വിദേശത്തേക്ക് അയക്കുന്ന സംഘത്തിന്റെ വിശദമായ വിവരം ഇന്ന് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടേക്കും. ഈ മാസം 22-നാണ് സംഘം പര്യടനം നടത്തുക. അമേരിക്ക UK പര്യടനം നടത്തുന്ന സംഘത്തെ ഡോക്ടർ ശശി തരൂർ MP ആണ് നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആ വാർത്ത പുറത്തു വന്നതാണ്. വിനീത VG ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. വിനീത, വെരി ഗുഡ് മോർണിംഗ്. ഡൽഹിയിൽ എന്താണ് കാലാവസ്ഥ എന്ന് ആദ്യം പറയൂ, അതിനുശേഷം വാർത്തയിലേക്ക് കടക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇന്ത്യയുടെ ഈ സർവകക്ഷി സംഘങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ എത്ര സംഘങ്ങളുണ്ട്, അതിനൊക്കെ ഒരു വ്യക്തത ഇന്നുണ്ടാവും എന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള MP മാരൊക്കെ ഓരോ സംഘങ്ങളിലായി ഇടം പിടിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് ക്രിസ്റ്റീന. പ്രജിൻ, കാലാവസ്ഥ പറയുകയാണെങ്കിൽ ഡൽഹിയിൽ ഇങ്ങനെ അതീവ ചൂട് ഇങ്ങനെ കൂടി വരുന്നൊരു കാലാവസ്ഥയാണ്. നമുക്ക് രാത്രിയൊക്കെ ഇങ്ങനെ സഹിക്കാൻ കഴിയാത്ത അത്രയും വലിയ ചൂടിലേക്ക് ഇങ്ങനെ ഡൽഹി കടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വാർത്തയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വാർത്തയ്ക്കും അതേ ചൂട് തന്നെയാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തീവ്രവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ നയം വ്യക്തമാക്കുന്നതിന് അയക്കുന്ന വിദേശ പര്യടനം നടത്തുന്ന സംഘത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടേക്കും. പ്രജിൻ പറഞ്ഞതുപോലെ ഇന്നലെ ആ സംഘത്തിൽ ഡോക്ടർ ശശി തരൂരും ഒപ്പം തന്നെ ജോൺ ബ്രിട്ടാസ് MPയും ഉണ്ട് എന്ന കേന്ദ്ര സർക്കാർ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആ സംഘത്തിൽ എത്ര പേരാണുള്ളത്, ആരൊക്കെ ഏതൊക്കെ മേഖലകളായിരിക്കും സന്ദർശിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നായിരിക്കും നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ മാസം 22-നാണ് സംഘം ഈ പര്യടനം നടത്തുന്നത്. US UK പര്യടനം നടത്തുന്ന സംഘത്തെ ശശി തരൂർ ആയിരിക്കും നയിക്കുക. ഈ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഈ കാര്യം അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി സംസാരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വിദേശ പര്യടന സംഘത്തിൽ CPM രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസുമുണ്ട്. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടം ലോക രാഷ്ട്രങ്ങളുടെ കൂടി പിന്തുണ തേടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വിദേശ പര്യടനം ഉദ്ദേശം വച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്നലെ ജമ്മു കാശ്മീരിലെ ബുദ്ഗാമിൽ നിന്ന് 3 ഭീകരരെ കൂടി സൈന്യം പിടികൂടിയിട്ടുണ്ടായിരുന്നു. 2020 മുതൽ ലഷ്കർ-ഇ-തൊയ്ബയുടെ ഓവർഗ്രൗണ്ട് വർക്കേഴ്സായി പ്രവർത്തിക്കുന്നവരാണ് ഇന്നലെ പിടിയിലായത്. ഇവരിൽ നിന്ന് പിസ്റ്റലുകളും ഒരു ഗ്രനേഡും കണ്ടെടുത്തിട്ടുണ്ട്. സമാന രീതിയിൽ ഇന്നും സൈന്യത്തിന്റെ ഓപ്പറേഷൻ തുടരുകയും ചെയ്യുന്നുണ്ട്. പ്രജയ്.